ആദ്യം അന്വേഷിച്ചത് DHA സ്പെഷ്യലിസ്റ്റ് എക്സാം എങ്ങനെ എഴുതാന്നാണ്. അത് വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാം ആണ്. കാരണം ഞാനൊരു 14 വർഷം കഴിഞ്ഞിട്ടാണ് എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെതായ പേടിയും കാര്യങ്ങളുണ്ടായിരുന്നു. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സമയവും തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒട്ടും തന്നെ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അതാണ് എൻ്റെ കാര്യത്തിൽ അന്ന് സംഭവിച്ചത്. കാരണം ഞാനൊരു 10 ദിവസം കഷ്ടിയാണ് പുസ്തകം തുറന്നിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷം ഞാൻ പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഒരു 3 hours എക്സാം ആണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, കാശ് രൂപ ഒന്നും അകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് എനിക്കത് ഓൾറെഡി അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പോക്കറ്റിലാണ് എൻ്റെ കാശ് രൂപം വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പരീക്ഷ സെൻറ്ററിൽ കയറി. എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ എക്സാം എഴുതുന്നത്. എനിക്ക് ദുബായിയുടെ ലോസോ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഒരു 1.5 മണിക്കൂർ കൊണ്ട് എൻ്റെ പരീക്ഷ കഴിഞ്ഞു. എനിക്ക് അപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. 1.5 hours കഴിഞ്ഞു. ഞാൻ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. അപ്പോൾ ഞാൻ DHA സ്പെഷ്യലിസ്റ്റ് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുക പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനത് ഉടമ്പടിയിൽ എൻ്റെ രണ്ടാമത്തെ പുതുക്കലിന് ഞാൻ വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് അബ്രോഡിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. പഠിച്ചത് ബാംഗ്ലൂർ ആയിരുന്നെങ്കിലും അബ്രോഡിൽ ഫസ്റ്റ് ടൈമാണ്. ദുബായ് പോലെയുള്ളൊരു സിറ്റി ഞാൻ ആദ്യമായിട്ട് പോകുന്നു. എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ, ആരും ഇല്ല അവിടെ ഹെൽപ്പ് ചെയ്യാൻ. പക്ഷേ എനിക്ക് നല്ലൊരു ക്ലിനിക്കിൽ തന്നെ ജോലി കിട്ടി. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻസ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് എനിക്ക് അപ്പാർട്ട്മെന്റ് വേണമായിരുന്നു. കാരണം എനിക്ക് മക്കളെ നോക്കാൻ മേഡിനെ ചേച്ചിനെ കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ അവിടുത്തെ നിയമപ്രകാരം 2 bedroom അപ്പാർട്ട്മെന്റ്സ് ഇല്ലാണ്ട് എനിക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് കരാമയിലാണ്. കരാമയിൽ ഒരു അപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിന് തന്നെ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ 2 bedroom അപ്പാർട്ട്മെന്റ് എനിക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. ആ സമയത്താണ് ഞാൻ വെറുതെ ഒന്ന് ആഡ് നോക്കിയുള്ളൂ. അപ്പോൾ എനിക്ക് വളരെ ചീപ്പായിട്ട് ഒരു 2 bedroom അപ്പാർട്ട്മെന്റ് വിത്തിൻ 1 month ഇതിന്റെ ലീസിന്റെ ഉള്ളിൽ എനിക്ക് കിട്ടി. പിന്നെ പ്രശ്നം വന്നത് ഈ അപ്പാർട്ട്മെന്റ് കിട്ടി, പക്ഷേ എനിക്ക് എമിറേറ്റ് സൈഡ് കിട്ടാൻ വേണ്ടി അപ്പോൾ നോയമ്പിന്റെ സമയമായ കാരണം എമിറേറ്റ് സൈഡ് പിന്നെയും വൈകി. എമിറേറ്റ് സൈഡ് വൈകിയപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ അപ്പാർട്ട്മെന്റിന്റെ അവരുടെ ഓണറെ ചെന്ന് കണ്ട് സംസാരിച്ചു. സാധാരണ രീതിയിൽ ഒരു ലേഡി തന്നെ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു അവർ സമ്മതിക്കോ, ഒരു മാസത്തിന്റെ എനിക്കൊരു ഗ്യാപ്പ് തരുമോ, എനിക്ക് ചെക്ക് ബുക്ക് കിട്ടിയിട്ടില്ല, എൻ്റെ ഡോക്യുമെന്റ്സ് ഒന്നും റെഡി ആയിട്ടില്ല. പക്ഷേ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. സഞ്ചാരി മാതാവ് എന്ന് പറയുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. കാരണം ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും അതിന് മുമ്പ് അവിടെ കാര്യങ്ങളെല്ലാം റെഡി ആയിരുന്നു. എനിക്കൊന്നും തന്നെ ചെയ്യേണ്ടി വരാറില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറല്ലേ, കുഴപ്പമില്ല, സ്പെഷ്യലിസ്റ്റ് അല്ലേ, നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള പേടിക്കൊന്നും വേണ്ട, ഡോക്ടർക്ക് എത്ര സമയം വേണമെങ്കിലും ഞങ്ങൾ തരാം, ഒന്നും ചെയ്യേണ്ട, പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട, 2 മാസം കഴിഞ്ഞിട്ടാണ് എമിറേറ്റ് സൈഡ് കിട്ടണമെങ്കിൽ ആ സമയത്ത് ഡോക്ടർ ചെക്ക് സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് അതിൽ വരെ ഒരു അനുഗ്രഹം കിട്ടാനുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ മക്കളെ കൊണ്ടുവരാൻ എനിക്ക് അതിന്റെ സ്പോൺസർഷിപ്പിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. സ്പോൺസർഷിപ്പ് കഴിഞ്ഞ് കുട്ടികളുടെ സ്കൂളിംഗ് ആയിരുന്നു അടുത്ത ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും കുട്ടികളെ അടുത്ത സ്കൂളിൽ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ക്ലിനിക്കിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എനിക്ക് അവിടെ ജനൽ തുറന്നു കഴിഞ്ഞാൽ കാണാവുന്ന ഒരു സ്കൂളിൽ ഇവർക്ക് 2 പേർക്കും അഡ്മിഷൻ കിട്ടി. അതിന്റെ തൊട്ടപ്പുറത്താണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ്. ഒരു 500 meters ഡിസ്റ്റൻസിൽ ഞങ്ങൾക്ക് വോക്കബിൾ ഡിസ്റ്റൻസിലാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നത്. അത് പിന്നെ മക്കൾ അവിടെ ജോയിൻ ചെയ്തപ്പോൾ ഇവർ CBSE സിലബസിലായിരുന്നു മൂത്തമോൻ പഠിക്കുന്നുണ്ടായിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സ്കൂളിൽ അത് UK സിലബസ് ആണ്. സിലബസ് ചേഞ്ച് ആയപ്പോൾ അവന് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് നല്ല രീതിയിലുള്ള പേടി ഉണ്ടായിരുന്നു. എന്ന് ഞങ്ങൾ രാവിലെ പ്രാർത്ഥിക്കാണ്ട് മക്കളെ ഞാൻ സ്കൂളിൽ വിടാറില്ല. പ്രാർത്ഥിച്ച് സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാവ് എപ്പോഴും അവരെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം അവൻ എപ്പോഴും നല്ല രീതിയിലാണ് പഠിക്കുന്നത്. എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും നന്നായിട്ടാണ് അവൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ മോൻ എനിക്ക് മാതാവ് തന്ന അനുഗ്രഹമാണ്. ഈ മോൻ എനിക്കൊരു 38-39 yearsൽ എനിക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായ സമയത്ത് മാതാവ് തന്ന മോനാണിത്.